കല്യാണ വീട് പാർട്ട് 2 ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കെട്ടിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്യാനുള്ള ഒക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ ചെയ്യുന്ന ആള് നമ്മുടെ റിലേറ്റീവ് ആള് ഭയങ്കര കലാകാരിയായിട്ട് കുടുംബം മൊത്തം കലാകാരിയാണ്. നമ്മുടെ ബ്രൈഡ് ഒരു കലാകാരിയാണ് ഗൈസ്. അങ്ങനെ എന്താണെങ്കിലും ഇങ്ങനെയും കഴിവുള്ള ഈ കുട്ടിക്ക് മൈലാഞ്ചിയുടെ പകുതി ഇട്ട് കൊടുത്തു പോയിട്ടുണ്ട്. ബാക്കി ഞാനായിട്ട് ഫിൽ ചെയ്ത് കൊടുത്തതും ഞാനും ചെറിയൊരു കലാകാരിയാണ് ഗൈസ്. അങ്ങനെ എന്തായാലും നമ്മുടെ സെഹറയ്ക്കും മൈലാഞ്ചി കെട്ടെടുത്തതിന് ശേഷം ഞാൻ ബ്രൈഡും രാവിലെ വരെ വർത്താനം പറഞ്ഞിരുന്നുണ്ട്. കാരണം ഉറക്കം വരുന്നില്ല. ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ ബ്രൈഡിനുണ്ടായിരുന്നത്. ഞാനല്ലേ ആള്, ഞാനല്ലേ എത്ര നേരം വർത്താനം പറഞ്ഞിരുന്നതും. അല്പസമയത്തിന് ശേഷം ഞങ്ങൾക്ക് സത്യം മനസ്സിലായി ഗൈസ്. പുലർച്ചെ വരാനുണ്ടായിരുന്നു. ഞാൻ ബ്രൈഡിനെ വേഗം കുളിക്കാൻ പറഞ്ഞിട്ട് എന്റെ പണി ആയുധങ്ങളൊക്കെ നിരത്തിയിട്ടു. അങ്ങനെ അതേ ബ്രൈഡിന്റെ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ആൾ അതിന്റെ ഇടയിൽ പ്രയർ ഒക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോ കണ്ട കാഴ്ചയാണെങ്കിലോ എന്റെ മകൻ അങ്ങനെ അവനെ കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഉമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കസിന്റെ കല്യാണമാണല്ലോ. അങ്ങനെ അതേ അവിടെ ഫോട്ടോഗ്രാഫർ എന്റെ കസിനാണ് കേട്ടോ. എല്ലാവരും കലാകാരന്മാരാണല്ലോ. നമ്മൾ തന്നെയാണ് പൊക്കണം, വേറെ ആരും വേണ്ട ഗൈസ്. കാരണം അതാണല്ലോ ഇതിന്റെ ഇത്. നമ്മള് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിനോട് സ്ഥലം പറഞ്ഞിട്ട് ഇറങ്ങി. ഇനി കുറച്ചിന്റെ വിശ്രമാവാ അല്ലേ.